നമുക്ക്. ഇവിടെ അങ്ങനെ പോലീസുകാരൊന്നും വരാറില്ലല്ലോ. അവരുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. മിണ്ടാതിരിക്കും, നോക്കട്ടെ എന്താ ഒരു പറയുന്നത്. ഏഴുമല്ലേ സാർ? ഈ വീടല്ലേ? അതെ സാർ. വിളിക്കേ. ആരെങ്കിലും ഉണ്ടോ അകത്ത്? അറിയില്ല സാർ, പക്ഷെ അഡ്രസ് തന്നെയാ. അകത്ത് ആരുമില്ലേ? കഥ തുറക്കേ. അകത്താരെങ്കിലും ഉണ്ടെന്നാ ചോദിച്ചത്. സാർ, ഇന്നലെ കംപ്ലൈന്റ് തന്ന സുബ്രഹ്മണ്യം ഇയാളാണ്. ഞാൻ സാറേ, വാ. ഇവിടെ വരെ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. ആരേ ഈ പൂജ? പൂജയാ? അതാരാണെന്ന് എനിക്ക് അറിയില്ല സാറേ. അറിയാത്തൊരാളെങ്ങനെ തന്നെ കുറിച്ച് പറയാ? എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. ഇന്നലെ രാത്രി 2:30 മണിക്ക് ശരി, എന്നാ തിരിച്ചു വിളിക്കാം. പൂജ എന്നൊരു പെണ്ണ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരോ തന്റെ പിന്നാലെ ഉണ്ടെന്നും അപകടത്തിലാണെന്നും പറഞ്ഞ്. സുബ്രഹ്മണ്യൻ സായി നഗർ എന്നാണ് അഡ്രസ്സ്. അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആരാ പെണ്ണ്? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അപ്പോ നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വന്നതല്ല. ഏതോ ഒരു പെണ്ണ് പറഞ്ഞത് കേട്ട് ചോദ്യം ചെയ്യാൻ വന്നതാണല്ലേ. ഞാൻ തന്ന കംപ്ലൈന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഒരു ഭീഷണി കോൾ വന്നു പറഞ്ഞില്ലേ, അതാരാ നിങ്ങളെ വിളിച്ചത്? അത് ഏത് ഫോണിൽ നിന്ന് കോൾ വന്നൊന്ന് കാണിച്ചേ. ജസ്റ്റ് എ മിനിറ്റ്. ഇന്നലെ ഇതുപോലെ തന്നെ സാർ, കുടിച്ചിട്ട് ഭയങ്കര ടോർച്ചറായിരുന്നു. ഇത് നോക്കിയാ സാറേ, രാത്രി 3 മണിക്കൊക്കെ വരുന്നുണ്ട് സാറേ കോള്. ഇതാടോ സാർ, ആ പെങ്കൊച്ചിന്റെ അതേ നമ്പറിന് ഫോൺ വന്നിട്ടുണ്ട് സാർ. സാർ, ഒരു നിമിഷം. പെണ്ണിന്റെ പേര് പൂജ എന്നല്ല പറഞ്ഞത്. ഒരു മിനിറ്റ്. അത് റെക്കോർഡ് ചെയ്യും. പറഞ്ഞോ. പേര് പൂജ. 3 പേര് ഓടിക്കുന്നുണ്ട്. സഹായം ചോദിച്ചു പോലീസിനെ വിളിച്ചു. അതിനുശേഷം ഒരുത്തൻ ടോർച്ചിനടിക്കുന്നു. അതിനുശേഷം കറണ്ട് പോയി സാറേ. സാർ, അയാൾ കള്ളമറിയാ. കറണ്ട് പോയ ശേഷമല്ലേ സാറേ ടോർച്ച് അടിക്കുക? ടോർച്ച് അടിച്ച ശേഷം എങ്ങനെ സാറേ കറണ്ട് പോവാ? ഹലോ സാർ, ഇന്നലെ രാത്രി മുതൽ ഈ കഥയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ കഥാപാത്രമാണ് സാറേ പൂജ. ഇതാ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാണ് സാർ. ഇതിൽ പൂജ എന്ന് എഴുതിയിട്ടുണ്ട്. 3 പേര് പിന്തുടരുന്നുണ്ട്. എല്ലാം അതേപോലെ എഴുതിയിട്ടുണ്ട് സാർ. പൂജ ആരാ? ആരൊക്കെയാ 3 പേര്? അവൾ എവിടേക്കാ തട്ടിക്കൊണ്ടുപോയത്? തട്ടിക്കൊണ്ടുപോയെന്നാ? എന്താ സാറേ പറയുന്നേ? അപ്പൊ താൻ എഴുതിയതൊരു കഥയാണ്. അവളെ കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല സാറേ. അയാളെ കസ്റ്റഡിയിലെടുക്ക്. നിക്ക്. എന്നെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ? അപ്പൊ വാറണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വെച്ച് എന്നെ എന്തിനാ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടായാൽ മതി. എങ്ങനെ? തനിക്ക് ലോക്കൽ ചാനൽ മതിയാവോ അതോ CNN BBC പോലുള്ള വേൾഡ് ചാനലൊക്കെ കൊണ്ടുവരേണ്ടി വരുമോ? ഏഴുമല്ലേ സാർ, ഇയാളെ പിടിച്ച് വണ്ടി കയറ്റോ? കയ്യൊന്നും വിട് സാറേ. സാറേ, എന്തുണ്ടെങ്കിലും നമുക്ക് സ്റ്റേഷനിൽ പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വരാം. ഞാൻ വരുമെന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ? നടക്കിങ്ങോട്ട്.